Welcome to Analysis of Cation. സോൾട്ട് അനാലിസിസിലെ മൂന്നാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ കാണുന്നത്. ആദ്യത്തെ രണ്ട് സ്റ്റെപ്പുകൾ നമ്മൾ പരിചയപ്പെട്ടു. പ്രിലിമിനറി എക്സാമിനേഷൻ, പിന്നെ ഏതാണ് അനാലിസിസ് ഓഫ് ആനയോൺ. കാറ്റയോണിൻ്റെ അനാലിസിസിൽ മൂന്ന് സ്റ്റെപ്പുകളാണുള്ളത്. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഗ്രൂപ്പ് ഓഫ് കാറ്റയോൺ. കാറ്റയോൺ ഏത് ഗ്രൂപ്പിലാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. പിന്നെ കാറ്റയോണിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. ഐഡൻറ്റിഫൈ ചെയ്താൽ അടുത്ത നടപടി എന്താണ്? കൺഫർമേഷൻ ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് അനാലിസിസ് ഓഫ് കാറ്റയോൺ എന്ന് പറയുന്ന സെക്ഷനിൽ ഉള്ളത്. കാറ്റയോൺ 7 ഗ്രൂപ്പുകളിലായിട്ടാണ് കിടക്കുന്നത്. ഓരോ ഗ്രൂപ്പിൻ്റെയും ടെസ്റ്റ് നമ്മൾ പരിചയപ്പെടുകയാണ്. അനാലിസിസ് ഫോർ ദി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഗ്രൂപ്പ് ഓഫ് കാറ്റയോൺസ്. കാറ്റയോണുകളുടെ ഗ്രൂപ്പ് കണ്ടെത്തുന്ന ടെസ്റ്റുകളാണ് കാണാൻ പോകുന്നത്. നോക്കാം. ടെസ്റ്റ് ഫോർ സീറോ ഗ്രൂപ്പ്. A little of the salt is shaken with water. If the salt is soluble, add sodium carbonate solution. ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക, അതിൽ അല്പം സോൾട്ട് എടുക്കുക, അല്പം വെള്ളം ഒഴിക്കുക, നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യണം. സോൾട്ട് വെള്ളത്തിൽ ലയിക്കുന്നുണ്ടോ, സോലുബിൾ ആകുന്നുണ്ടോ എന്ന് നോക്കണം. ഇൻസോല്യൂബിൾ ഇൻ വാട്ടർ ആണെങ്കിൽ സീറോ ഗ്രൂപ്പ് ഇല്ല. സോൾട്ട് വെള്ളത്തിൽ ലയിക്കുന്നില്ലെങ്കിൽ സീറോ ഗ്രൂപ്പ് ഇല്ല എന്ന് ഉറപ്പിക്കാം. സോൾട്ട് സോലുബിൾ ആണെങ്കിൽ, വെള്ളത്തിൽ സോലുബിൾ ആണെങ്കിൽ എന്ത് ചെയ്യണം? ആഡ് സോഡിയം കാർബണേറ്റ് സൊല്യൂഷൻ, Na2CO3. സോഡിയം കാർബണേറ്റ് സൊല്യൂഷൻ ഒഴിക്കണം. സോഡിയം കാർബണേറ്റ് ഒഴിക്കുമ്പോൾ പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാൽ സീറോ ഗ്രൂപ്പ് ഇല്ല. പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാൽ ആബ്സെൻസ് ഓഫ് സീറോ ഗ്രൂപ്പാണ്. പ്രസിപ്പിറ്റേറ്റ് കിട്ടിയില്ലെങ്കിലോ? പ്രസിപ്പിറ്റേറ്റ് കിട്ടിയില്ലെങ്കിൽ പ്രസൻസ് ഓഫ് സീറോ ഗ്രൂപ്പാണ്. അപ്പോൾ സോഡിയം കാർബണേറ്റ് ഒഴിക്കുക. പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാൽ സീറോ ഗ്രൂപ്പ് ഇല്ല. പ്രസിപ്പിറ്റേറ്റ് കിട്ടിയില്ലെങ്കിലോ സീറോ ഗ്രൂപ്പ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഒബ്സർവേഷൻ. ഇൻസോല്യൂബിൾ ഇൻ വാട്ടർ, ആബ്സെൻസ് ഓഫ് സീറോ ഗ്രൂപ്പ്. സോല്യൂബിൾ ഇൻ വാട്ടർ and a precipitate is obtained on adding sodium carbonate solution, absence of zero group. Soluble in water and no precipitate on adding sodium carbonate solution, presence of zero group identified. അപ്പോൾ സീറോ ഗ്രൂപ്പ് കണ്ടുപിടിക്കാനുള്ള റിയേജൻ്റ് ഏതാണ്? സോഡിയം കാർബണേറ്റ് സൊല്യൂഷനാണ്. സീറോ ഗ്രൂപ്പ് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം? സീറോ ഗ്രൂപ്പ് കാറ്റയോണിനെ ഐഡൻറ്റിഫൈ ചെയ്യണം, കൺഫേം ചെയ്യണം. ബാക്കി ഗ്രൂപ്പുകളൊന്നും ചെയ്യുകയും വേണ്ട, എഴുതുകയും വേണ്ട. അപ്പോൾ സീറോ ഗ്രൂപ്പ് കിട്ടിയ കുട്ടി ഭാഗ്യവാനാണ്. കാരണം ബാക്കി ഗ്രൂപ്പുകളൊന്നും ചെയ്തു നോക്കേണ്ട, എഴുതുകയും വേണ്ട. ഇങ്ങനെയാണ് സീറോ ഗ്രൂപ്പ് കണ്ടെത്തുന്നത്. സീറോ ഗ്രൂപ്പ് കാറ്റയോണിൻ്റെ ഐഡൻറ്റിഫിക്കേഷനും കൺഫർമേഷനും പിന്നീട് പരിചയപ്പെടാം. ഇപ്പോൾ ഗ്രൂപ്പ് കണ്ടെത്താനുള്ള ടെസ്റ്റുകളാണ് നോക്കുന്നത്. അപ്പോൾ സോൾട്ട് കിട്ടിയാൽ നമ്മൾ എഴുതുന്ന രീതി ഇങ്ങനെ ആയിരിക്കില്ല. സീറോ ഗ്രൂപ്പ് കിട്ടിയാൽ എന്ത് ചെയ്യണം? ഉടൻ തന്നെ അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷനും കൺഫർമേഷനും ചെയ്യണം. സീറോ ഗ്രൂപ്പ് കാറ്റയോണിൻ്റെ ഐഡൻറ്റിഫിക്കേഷനും കൺഫർമേഷനും ചെയ്യണം. സീറോ ഗ്രൂപ്പ് കിട്ടിയില്ലെങ്കിലോ? സീറോ ഗ്രൂപ്പ് കിട്ടിയില്ലെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പ് ചെയ്ത് നോക്കണം. ടെസ്റ്റ് ഫോർ ഗ്രൂപ്പ് ഫസ്റ്റ്. ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ ടെസ്റ്റാണ് പറയാൻ പോകുന്നത്. ടു എ ലിറ്റിൽ ഓഫ് ദി സോൾട്ട് സൊല്യൂഷൻ dilute HCl is added. ടെസ്റ്റ് ട്യൂബ് എടുക്കുക, സോൾട്ട് എടുക്കുക, അല്പം വെള്ളം ഒഴിക്കുക, ഷെയ്ക്ക് ചെയ്യുക. അതാണ് സോൾട്ട് സൊല്യൂഷൻ. ഇതിലേക്ക് ഡൈല്യൂട്ട് HCl നമ്മൾ ചേർക്കണം, ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കണം. ഒബ്സർവേഷൻ എന്തായിരിക്കണം നോക്കൂ. എ വൈറ്റ് precipitate which dissolves on boiling and reappears on cooling is obtained. ഇങ്ങനെ ഡൈല്യൂട്ട് HCl ഒഴിക്കുമ്പോൾ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ഈ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്
ചൂടാക്കിയാൽ അപ്രത്യക്ഷമാവും, തണുപ്പിക്കുമ്പോൾ തിരിച്ചു വരും. ടെസ്റ്റ് ട്യൂബ് ടാപ്പ് വാട്ടറിൻ്റെ താഴെ കാണിക്കുക. ടെസ്റ്റ് ട്യൂബ് തണുപ്പിക്കുക, അല്ലെങ്കിൽ ഒരു ബീക്കറിൽ വെള്ളം വെച്ച് ടെസ്റ്റ് ട്യൂബ് അതിൽ വെച്ചാലും മതി. അങ്ങനെ ടെസ്റ്റ് ട്യൂബ് തണുപ്പിക്കുമ്പോൾ ഈ വെളുത്ത നിറം, വെളുത്ത പ്രസിപ്പിറ്റേറ്റ് തിരിച്ചു കിട്ടും. ഇതാണ് ടെസ്റ്റ്. നമുക്ക് കിട്ടുന്ന വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ടെസ്റ്റ് ട്യൂബിൽ കുറേ ഉണ്ടാകും. നമ്മൾ അല്പം വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് മറ്റൊരു ടെസ്റ്റ് ട്യൂബിലേക്ക് എടുത്ത് ചൂടാക്കുന്നതാണ് നല്ലത്. എന്നാലേ ടെസ്റ്റ് ക്ലിയറായി കിട്ടും. എന്തായാലും ഡൈല്യൂട്ട് HCl ഒഴിക്കുമ്പോൾ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. അത് ചൂടാക്കുമ്പോൾ അപ്രത്യക്ഷമാവും, തണുപ്പിക്കുമ്പോൾ തിരിച്ചു വരും. ഈ ടെസ്റ്റ് ശരിയായാൽ നമുക്കെന്ത് പറയാം? പ്രസൻസ് ഓഫ് ഗ്രൂപ്പ് ഫസ്റ്റ് ഐഡൻറ്റിഫൈഡ്. ഒന്നാമത്തെ ഗ്രൂപ്പ് ഐഡൻറ്റിഫൈ ചെയ്തു. ഐഡൻറ്റിഫൈ ചെയ്താൽ ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രൂപ്പ് ഫസ്റ്റ് കാറ്റയോണിൻ്റെ ഐഡൻറ്റിഫിക്കേഷനും കൺഫർമേഷനും ചെയ്യണം. അത് പിന്നീട് പരിചയപ്പെടാം. ഇനി നോ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ എന്ത് പറയാം? നോ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് താഴേക്ക് എഴുതാം. നോ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ ആബ്സെൻസ് ഓഫ് ഗ്രൂപ്പ് 1. ഗ്രൂപ്പ് 1 ഇല്ല എന്ന് പറയും. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിനെ കണ്ടുപിടിക്കാനുള്ള റിയേജൻറ്റ് ഏതാണ്? ഡൈല്യൂട്ട് HCl ആണ്. ഫസ്റ്റ് ഗ്രൂപ്പ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ഏതാണ്? നമുക്കറിയാം, സെക്കൻഡ് ഗ്രൂപ്പാണ്. നമുക്കറിയാം സെക്കൻഡ് ഗ്രൂപ്പ് നമുക്ക് തരില്ല എന്ന് നമുക്കറിയാം. ഞാൻ പറഞ്ഞിരുന്നു, സെക്കൻഡ് ഗ്രൂപ്പിലെ കാറ്റയോൺ കോപ്പർ അയോൺ ആണ്. കോപ്പർ അയോൺ കളേർഡാണ്. കോപ്പർ അയോണിൻ്റെ സാൾട്ടുകളെല്ലാം കളേർഡാണ്. കളേർഡ് സാൾട്ടുകൾ സാധാരണ എക്സാമിന് തരാറില്ല. അതുകൊണ്ട് സെക്കൻഡ് ഗ്രൂപ്പ് നിങ്ങൾ ചെയ്തു നോക്കണമെന്ന് ഇല്ല. നേരിട്ട് തേർഡ് ഗ്രൂപ്പ് ചെയ്താലും മതി. എന്നാലും ടെസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ടു എ ലിറ്റിൽ ഓഫ് ദി സോൾട്ട് സൊല്യൂഷൻ ഡൈല്യൂട്ട് HCl ഈസ് ആഡഡ് ആൻഡ് H2S ഈസ് പാസ്ഡ്. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ ഡൈല്യൂട്ട് HCl ആണ് ഒഴിക്കുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പിൽ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയില്ലെങ്കിൽ അത് നമ്മൾ കളയേണ്ട ആവശ്യമില്ല. ഡൈല്യൂട്ട് HCl സോൾട്ട് സൊല്യൂഷനിലേക്ക് ഒഴിച്ചു. എന്നിട്ട് H2S, അതായത് ഹൈഡ്രജൻ സൾഫൈഡ് വാതകം കടത്തിവിടണം. സാധാരണ കിപ്സ് അപ്പാരറ്റസ് എന്ന് പറയുന്ന ഒരു ഉപകരണമുണ്ട്. അതുപയോഗിച്ചാണ് ഹൈഡ്രജൻ സൾഫൈഡ് വാതകം കടത്തിവിടുന്നത്. എന്നാൽ കുട്ടികൾ പലപ്പോഴും അശ്രദ്ധമായി അത് കൈകാര്യം ചെയ്യാറുണ്ട്. ലാബിൽ മുഴുവൻ ഹൈഡ്രജൻ സൾഫൈഡിൻ്റെ സ്മെൽ നിറയാറുണ്ട്. പലപ്പോഴും സ്കൂളിലെ കോമ്പൗണ്ടിലേക്കും അതിൻ്റെ സ്മെൽ പോകാറുണ്ട്. അതുകൊണ്ട് അടുത്ത കാലത്തായി ടീച്ചേഴ്സൊക്കെ സോഡിയം സൾഫൈഡ് സൊല്യൂഷൻ, സോഡിയം സൾഫൈഡും വെള്ളവും അല്പം ആസിഡ് ചേർത്ത വെള്ളം, ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർത്ത വെള്ളം സോഡിയം സൾഫൈഡിലേക്ക് ചേർക്കും. എന്നിട്ടൊരു കുപ്പിയിൽ അടച്ചു വയ്ക്കും. അതായത് ഹൈഡ്രജൻ സൾഫൈഡ് സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണത് പരിഗണിക്കുന്നത്. അപ്പോൾ സോഡിയം സൾഫൈഡ് വെള്ളത്തിൽ കലക്കി അവിടെ വെച്ചിട്ടുണ്ടാകും ഒരു കുപ്പിയിൽ. അത് ഹൈഡ്രജൻ സൾഫൈഡ് സൊല്യൂഷനായിട്ട് അല്ലെങ്കിൽ ഹൈഡ്രജൻ സൾഫൈഡായിട്ട് നിങ്ങൾ പരിഗണിക്കണം. ആ ഹൈഡ്രജൻ സൾഫൈഡ് സൊല്യൂഷൻ ഒഴിച്ചാലും മതി. ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസാണ്. സോഡിയം സൾഫൈഡിൻ്റെ സൊല്യൂഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ലാബിൽ ടീച്ചർ പറഞ്ഞു തരും. നിങ്ങളുടെ സ്കൂളിൽ എങ്ങനെയാണെങ്കിൽ ആ രീതി ടീച്ചർ പരിചയപ്പെടുത്തും. എന്തായാലും ഡൈല്യൂട്ട് HCl ചേർത്ത് ഹൈഡ്രജൻ വാതകം കടത്തിവിടണം. അല്ലെങ്കിൽ സോഡിയം സൾഫൈഡ് വെള്ളത്തിൽ കലക്കി, അല്പം ആസിഡ് കലർന്ന വെള്ളത്തിൽ കലക്കി ഒഴിച്ചാലും മതി. അതെല്ലാം ലാബിൽ ഉണ്ടായിരിക്കും. ഒബ്സർവേഷൻ എന്തായിരിക്കും? എ ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് ഈസ് ഒബ്റ്റെയിൻഡ്. ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാൽ എന്താ അർത്ഥം? പ്രസൻസ് ഓഫ് ഗ്രൂപ്പ് സെക്കൻഡ് ഐഡൻറ്റിഫൈഡ്. ഗ്രൂപ്പ് സെക്കൻഡ് കിട്ടി എന്നാണ് അർത്ഥം. നോ ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ ആബ്സെൻസ് ഓഫ് ഗ്രൂപ്പ് സെക്കൻഡ്. ഗ്രൂപ്പ് സെക്കൻഡ് നമുക്ക് തരില്ല. അതുകൊണ്ട് അത് ചെയ്തു നോക്കണമെന്നില്ല. ഫസ്റ്റ് ഗ്രൂപ്പ് കഴിഞ്ഞാൽ സെക്കൻഡ് ഗ്രൂപ്പ് എഴുതാം. എന്നിട്ട് സെക്കൻഡ് ഗ്രൂപ്പ് ഇല്ല എന്ന് എഴുതുക. എന്നിട്ട് തേർഡ് ഗ്രൂപ്പ് നമുക്ക് ചെയ്തു നോക്കാം. തേർഡ് ഗ്രൂപ്പ് എങ്ങനെയാണ് ചെയ്തത് എന്ന് നോക്കാം. ടു എ ലിറ്റിൽ ഓഫ് ദി സോൾട്ട് സൊല്യൂഷൻ. എങ്ങനെയാണ് സോൾട്ട് സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്? സാൾട്ട് വെള്ളത്തിൽ കലക്കുക. എന്തൊക്കെ ചേർക്കണം? ടു എ ലിറ്റിൽ ഓഫ് ദി സോൾട്ട് സൊല്യൂഷൻ സോളിഡ് അമോണിയം ക്ലോറൈഡ്, അതായത് NH4Cl, ആൻഡ് അമോണിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ആർ ആഡഡ് ഇൻ എക്സസ്. നമ്മൾ സോൾട്ട് സൊല്യൂഷനിലേക്ക് സോളിഡ് അമോണിയം ക്ലോറൈഡ് ചേർക്കുകയാണ് നല്ലത്. കാരണം അമോണിയം ക്ലോറൈഡ് കുറച്ച് കൂടുതൽ ചേർക്കണം. സോളിഡ് അമോണിയം ക്ലോറൈഡ്, അമോണിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആണെങ്കിൽ നല്ലവണ്ണം ചേർക്കണം. പകരം
സോളിഡ് അമോണിയം ക്ലോറൈഡ് ഉപയോഗിച്ചാൽ ഒന്നുകൂടെ നല്ലതാണ്. അതും നിങ്ങൾക്ക് ലാബിൽ ടീച്ചർ പറയും, സൊല്യൂഷൻ ഒഴിക്കണോ സോളിഡ് ഇടണോ എന്ന് ടീച്ചർ പറയും. എന്തായാലും സോളിഡ് അമോണിയം ക്ലോറൈഡ് ഉപയോഗിച്ചാൽ നല്ലതാണ്. ആൻഡ് അമോണിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ആർ ആഡഡ് ഇൻ എക്സസ്. ഓക്കെ, അപ്പോൾ സോൾട്ട് സൊല്യൂഷനിലേക്ക് അമോണിയം ക്ലോറൈഡ് ചേർക്കണം. പിന്നെന്താണ്? അമോണിയം ഹൈഡ്രോക്സൈഡ് ചേർക്കണം. ടെസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളിൽ എ വൈറ്റ് ജെലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ് ഈസ് ഒബ്റ്റെയിൻഡ്. ജെല്ല് പോലെയുള്ള ഒരു പ്രസിപ്പിറ്റേറ്റ് നമുക്ക് കിട്ടും. അത് കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. എ വൈറ്റ് ജെലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ് ഈസ് ഒബ്റ്റെയിൻഡ്. ഇങ്ങനെ കിട്ടിയാൽ നമുക്ക് എന്ത് പറയാം? പ്രസൻസ് ഓഫ് ഗ്രൂപ്പ് 3 ഐഡൻറ്റിഫൈഡ്. ഇതെല്ലാം ബൈഹാർട്ട് പഠിക്കണം. ഇങ്ങനെ കിട്ടിയില്ലെങ്കിലോ? ഗ്രൂപ്പ് 3 ഇല്ല. നോ വൈറ്റ് ജെലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ്, ആബ്സെൻസ് ഓഫ് ഗ്രൂപ്പ് 3. അപ്പം ഗ്രൂപ്പ് 3 കണ്ടുപിടിക്കാനുള്ള റിയേജൻസ് ഏതൊക്കെയാണ്? അമോണിയം ക്ലോറൈഡ്, പിന്നെ അമോണിയം ഹൈഡ്രോക്സൈഡ്. ഇതാണ് ഗ്രൂപ്പ് 3 കണ്ടുപിടിക്കാനുള്ള റിയേജൻറ്റ്. ഗ്രൂപ്പ് 3 ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു നോക്കണം? ഗ്രൂപ്പ് 4 ചെയ്ത് നോക്കണം. എങ്ങനെയാണ് ഗ്രൂപ്പ് 4 ചെയ്യുന്നത്? ടു എ ലിറ്റിൽ ഓഫ് ദി സാൾട്ട് സൊല്യൂഷൻ അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ് ആർ ആഡഡ്. അമോണിയം ക്ലോറൈഡും അമോണിയം ഹൈഡ്രോക്സൈഡും ചേർക്കും. തേർഡ് ഗ്രൂപ്പിൽ ചെയ്ത പോലെ തന്നെയാണ്. ആൻഡ് H2S ഈസ് പാസ്ഡ്. എന്നിട്ട് H2S ഹൈഡ്രജൻ സൾഫൈഡ് പാസ് ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ സോഡിയം സൾഫൈഡിൻ്റെ സൊല്യൂഷൻ ഒഴിച്ചാലും മതി, അല്ലെങ്കിൽ H2S വാതകം പാസ് ചെയ്യാം. അത് ലാബിൻ്റെ സ്ഥിതിക്കനുസരിച്ച് നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ സോൾട്ട് സൊല്യൂഷനിലേക്ക് അമോണിയം ക്ലോറൈഡ് ചേർക്കുക, അമോണിയം ഹൈഡ്രോക്സൈഡ് ചേർക്കുക. അപ്പോൾ തേർഡ് ഗ്രൂപ്പ് കിട്ടിയില്ലെങ്കിൽ ആ ടെസ്റ്റ് ട്യൂബിലെ സൊല്യൂഷൻസ് കളയേണ്ട ആവശ്യമില്ല, അതിലേക്ക് H2S പാസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സമയം ലാഭിക്കാം. തേർഡ് ഗ്രൂപ്പ് ഇല്ലെങ്കിൽ അതിലേക്ക് H2S പാസ് ചെയ്താൽ ഫോർത്ത് ഗ്രൂപ്പിൻ്റെ ടെസ്റ്റായി. ഓക്കെ, എന്താണ് ഒബ്സർവേഷൻ? എ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഈസ് ഒബ്റ്റെയിൻഡ്. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാൽ അർത്ഥം എന്താണ്? പ്രസൻസ് ഓഫ് ഗ്രൂപ്പ് 4 ഐഡൻറ്റിഫൈഡ്. 4ാമത്തെ ഗ്രൂപ്പ് ഉണ്ട് എന്നാണ് അർത്ഥം. കിട്ടിയില്ലെങ്കിലോ? 4ാമത്തെ ഗ്രൂപ്പ് ഇല്ല. നോ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്, ആബ്സെൻസ് ഓഫ് ഗ്രൂപ്പ് 4. ഗ്രൂപ്പ് 4 ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഗ്രൂപ്പ് 5ൻ്റെ ടെസ്റ്റ് ചെയ്യണം. എന്തൊക്കെയാണ് ചേർക്കുന്നത്? ടു എ ലിറ്റിൽ ഓഫ് ദി സോൾട്ട് സൊല്യൂഷൻ അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് അമോണിയം കാർബണേറ്റ് സൊല്യൂഷൻസ്. എല്ലാം സൊല്യൂഷൻസ് ആണ്. സൊല്യൂഷൻസ് ആർ ആഡഡ്. സൊല്യൂഷൻസ് ആർ ആഡഡ്. അമോണിയം കാർബണേറ്റ് സൊല്യൂഷൻസ് ആർ ആഡഡ്. അപ്പോൾ സാൾട്ട് സൊല്യൂഷനിലേക്ക് എന്തൊക്കെ ചേർക്കണം? അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ്, പിന്നെന്താണ്? അമോണിയം കാർബണേറ്റ്. ഈ ബ്രാക്കറ്റ് അല്പം വലുതായി. അമോണിയം കാർബണേറ്റ്. ഓക്കെ, അമോണിയം കാർബണേറ്റ് സൊല്യൂഷൻസ് ആർ ആഡഡ്. അമോണിയം കാർബണേറ്റ് സൊല്യൂഷൻസ് ആർ ആഡഡ്. എന്താണ് ഒബ്സർവേഷൻ? എ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഈസ് ഒബ്റ്റെയിൻഡ്. എ വൈറ്റ് ക്രിസ്റ്റലൈൻ പ്രസിപ്പിറ്റേറ്റ് ആണ്. ടെസ്റ്റ് ട്യൂബിൻ്റെ അടിഭാഗത്തേക്ക് പ്രസിപ്പിറ്റേറ്റ് വരും. എ വൈറ്റ് ക്രിസ്റ്റലൈൻ പ്രസിപ്പിറ്റേറ്റ് ആണ്. എ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഈസ് ഒബ്റ്റെയിൻഡ്. ഇങ്ങനെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാൽ ഗ്രൂപ്പ് 5 ഉണ്ട് എന്നാണ് അർത്ഥം. പ്രസൻസ് ഓഫ് ഗ്രൂപ്പ് 5 ഐഡൻറ്റിഫൈഡ്. കിട്ടിയില്ലെങ്കിലോ? ഗ്രൂപ്പ് 5 ഇല്ല. നോ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്, ആബ്സെൻസ് ഓഫ് ഗ്രൂപ്പ് 5. അതാണ് പ്രത്യേകത. ഗ്രൂപ്പ് 5 കിട്ടിയാൽ ഗ്രൂപ്പ് 5 കാറ്റയോൺസിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ കൺഫർമേഷൻ ചെയ്യണം. കിട്ടാത്തവർ ലാസ്റ്റ് ഗ്രൂപ്പ് കണ്ടോ, ഗ്രൂപ്പ് 6 ചെയ്ത് നോക്കണം. എന്തൊക്കെയാണ് ചേർക്കാൻ നോക്കൂ. ടു എ ലിറ്റിൽ ഓഫ് ദി സോൾട്ട് സൊല്യൂഷൻ അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഡൈസോഡിയം ഹൈഡ്രജൻ ഫോസ്ഫേറ്റ്. ഇത് വായിക്കതാണ്. Na2HPO4. ഡൈസോഡിയം ഹൈഡ്രജൻ ഫോസ്ഫേറ്റ് ആർ ആഡഡ്. ദ ഇന്നർ സൈഡ് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ് ഈസ് സ്ക്രാച്ച്ഡ് വിത്ത് എ ഗ്ലാസ് റോഡ്. അപ്പോൾ സോൾട്ട് സൊല്യൂഷൻ ഉണ്ടാക്കുക. അമോണിയം ക്ലോറൈഡ് ചേർക്കണം, അമോണിയം ഹൈഡ്രോക്സൈഡ് ചേർക്കണം, ഡൈസോഡിയം ഹൈഡ്രജൻ ഫോസ്ഫേറ്റ് ചേർക്കണം. പെട്ടെന്ന് പ്രസിപ്പിറ്റേറ്റ് കിട്ടില്ല. നമ്മളൊരു ഗ്ലാസ് റോഡ് കൊണ്ട് ടെസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളിൽ അല്പനേരം റബ്ബ് ചെയ്യണം, സ്ക്രാച്ച് ചെയ്യണം, ഉരസണം. ഈ സമയത്ത് ഒരു വൈറ്റ് ക്രിസ്റ്റലൈൻ പ്രസിപ്പിറ്റേറ്റ് രൂപം കൊള്ളുകയാണെങ്കിൽ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവും നമുക്ക് കാണാം. വൈറ്റ് ക്രിസ്റ്റലൈൻ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഗ്രൂപ്പ് 6 ഉണ്ട് എന്നാണ് അർത്ഥം. പ്രസൻസ് ഓഫ് ഗ്രൂപ്പ് 6 ഐഡൻറ്റിഫൈഡ്. നോ വൈറ്റ് ക്രിസ്റ്റലൈൻ പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ ആബ്സെൻസ് ഓഫ് ഗ്രൂപ്പ് 6. വേണമെങ്കിൽ താഴേക്കാക്കാം. നോ വൈറ്റ് ക്രിസ്റ്റലൈൻ പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ
ആബ്സെൻസ് ഓഫ് ഗ്രൂപ്പ് 6. അപ്പം എല്ലാ ഗ്രൂപ്പിനെയും കണ്ടുപിടിക്കുന്ന രീതി നമ്മൾ പഠിച്ചു. ഗ്രൂപ്പ് 0 കണ്ടുപിടിക്കാൻ വേണ്ട റിയേജൻറ്റ് സോഡിയം കാർബണേറ്റ്. ഫസ്റ്റ് ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടത് ഡൈല്യൂട്ട് HCl. സെക്കൻഡ് ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടത് ഡൈല്യൂട്ട് HClഉം H2S. തേർഡ് ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടത് അമോണിയം ക്ലോറൈഡും അമോണിയം ഹൈഡ്രോക്സൈഡും. ഫോർത്ത് ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടത് അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ്, പിന്നെ അമോണിയം കാർബണേറ്റ്. ഫോർത്ത് ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ എന്തൊക്കെ വേണം? ഫോർത്ത് ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ്, പിന്നെ H2S. നേരത്തെ പറഞ്ഞത് ഫിഫ്ത്ത് ഗ്രൂപ്പിൻ്റെയാണ്. ഫിഫ്ത്ത് ഗ്രൂപ്പിന് ഏതൊക്കെ വേണം? അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ്, പിന്നെ ഇതാണ് അമോണിയം കാർബണേറ്റ്. ഇങ്ങനെയാണ് ഫിഫ്ത്ത് ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത്. സിക്സ്ത് ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ ഏതൊക്കെ വേണം? അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ്, പിന്നെ ഡൈസോഡിയം ഹൈഡ്രജൻ ഫോസ്ഫേറ്റ്. അപ്പോൾ ഗ്രൂപ്പിൻ്റെ ടെസ്റ്റുകളെല്ലാം കൃത്യമായി പഠിച്ചു വെക്കണം. നിങ്ങൾക്ക് ഷോർട്ട് നോട്ട് ഉണ്ടാക്കാം, പെട്ടെന്ന് തന്നെ ഓർമ്മിക്കാവുന്നതാണ്. എല്ലാം എഴുതുന്നത് ഏകദേശം ഒരേ രീതിയാണ്, അതുകൊണ്ട് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം. To a little of the salt solution, A are added, B are added and C are added. ഈ രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് സെൻറ്റൻസ് എഴുതാൻ വലിയ പ്രയാസമൊന്നുമില്ല, നന്നായിട്ട് പഠിക്കാവുന്നതാണ്. പക്ഷേ ഈ ഒബ്സർവേഷൻസ് നമ്മൾ ഓർമ്മിച്ച് വെക്കണം. ഇതിലേതാണ് നമുക്ക് കിട്ടുന്നത് എന്നറിയില്ല. സിക്സ്ത് ഗ്രൂപ്പ് കിട്ടിയ ആൾ അല്പം ബുദ്ധിമുട്ടും. കാരണം എന്താ? 0 ഗ്രൂപ്പ് ഇല്ല എന്നെഴുതണം, ഫസ്റ്റ് ഗ്രൂപ്പ് ഇല്ല എന്നെഴുതണം, സെക്കൻഡ് ഗ്രൂപ്പ് ഇല്ല എന്നെഴുതണം, തേർഡ് ഗ്രൂപ്പ് ഇല്ല എന്നെഴുതണം, ഫോർത്ത് ഗ്രൂപ്പ് ചെയ്തില്ല എന്നെഴുതണം, ഫിഫ്ത്ത് ഗ്രൂപ്പ് ചെയ്തില്ല എന്നെഴുതണം. അല്പം ബുദ്ധിമുട്ടാണ്, അത്യാവശ്യം എഴുതാനുണ്ട്. അപ്പം അതുകൊണ്ട് സിക്സ്ത് ഗ്രൂപ്പൊക്കെ കിട്ടുന്ന കുട്ടികൾ ശ്രദ്ധിച്ച് ചെയ്യണം. ഓക്കെ, ഗ്രൂപ്പ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ആ ഗ്രൂപ്പിലെ കാറ്റയോണിനെ ഐഡൻറ്റിഫൈ ചെയ്യണം, കൺഫേം ചെയ്യണം. അതും കൂടെ നമ്മൾ കാണാൻ പോവുകയാണ്. നോക്കാം. ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ കാറ്റയോൺ. ഓരോ ഗ്രൂപ്പിലെ കാറ്റയോണിനെയും എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും, എങ്ങനെ കൺഫേം ചെയ്യും? 0 ഗ്രൂപ്പ് കിട്ടിയ കുട്ടി ഉടൻ തന്നെ ചെയ്യേണ്ടത് 0 ഗ്രൂപ്പിലെ കാറ്റയോൺ ഏതാണ്? അമോണിയം അയോൺ. അമോണിയം അയോണിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യണം, കൺഫർമേഷൻ ചെയ്യണം. ആ ടെസ്റ്റുകൾ പരിചയപ്പെടുത്താം. നോക്കൂ, അമോണിയം അയോണിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. To aqueous solution of the salt, a small amount of sodium hydroxide is added and boiled. ടെസ്റ്റ് ട്യൂബിൽ സോൾട്ട് എടുക്കുക, അല്പം വെള്ളം ഒഴിക്കുക, ഷേക്ക് ചെയ്താൽ സോൾട്ട് സൊല്യൂഷൻ ഉണ്ടായി, അതായത് അക്യസ് സൊല്യൂഷൻ ഉണ്ടായി. അതിലേക്ക് അല്പം സോഡിയം ഹൈഡ്രോക്സൈഡ് ഒഴിച്ച് ചൂടാക്കുക. ഒബ്സർവേഷൻ എന്തായിരിക്കണം? എ കളർലെസ് പഞ്ചന്റ്. പഞ്ചൻ എന്ന് പറഞ്ഞാൽ രൂക്ഷഗന്ധമാണ്, മൂക്ക് തുളച്ച് കയറുന്ന മണം. എ കളർലെസ് പഞ്ചന്റ് സ്മെല്ലിംഗ് ഗ്യാസ് വിച്ച് ഗീവ്സ് ഡെൻസ് വൈറ്റ് ഫ്യൂംസ് ഓൺ എ ഗ്ലാസ് റോഡ് ഡിപ്ഡ് ഇൻ കോൺസെൻട്രേറ്റഡ് HCl. ടെസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളിൽ നിന്നും രൂക്ഷഗന്ധമുള്ള നിറമില്ലാത്ത ഒരു വാതകം വരും. ആ വരുന്ന വാതകം അമോണിയയാണ്. ടെസ്റ്റ് ട്യൂബിൻ്റെ വായുഭാഗത്ത് കോൺസെൻട്രേറ്റഡ് HCl മുക്കിയ ഒരു ഗ്ലാസ് റോഡ് കാണിച്ചാൽ കട്ടിയുള്ള വെളുത്ത പുക കിട്ടും. ഈ ടെസ്റ്റ് ശരിയായാൽ പ്രസൻസ് ഓഫ് അമോണിയം ഐഡൻറ്റിഫൈഡ് ആണെന്ന് പറയാം. ചില സോൾട്ടുകൾ ഈ ടെസ്റ്റ് തരാൻ മടിയൊക്കെ കാണിക്കും. വേണമെങ്കിൽ അല്പം സോൾട്ട് കയ്യിലെടുക്കാം, സോഡിയം ഹൈഡ്രോക്സൈഡ് കയ്യിലേക്ക് ഒഴിച്ച് നന്നായിട്ട് കൈകൊണ്ട് ഉരസാം. എന്നിട്ട് സ്മെൽ നോക്കിയാൽ ഒരിക്കലും സ്മെൽ നമുക്ക് കിട്ടാതിരിക്കില്ല. പക്ഷേ കയ്യിലൊക്കെ ആക്കുന്നത് സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയല്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം. കൈ നന്നായിട്ട് കഴുകണം. എന്തായാലും പല സോൾട്ടുകളും പല സ്വഭാവക്കാരായിരിക്കും. ചില സോൾട്ടുകൾ പെട്ടെന്ന് മണമൊക്കെ തരും, ചില സോൾട്ടുകൾക്ക് ചില മടിയൊക്കെ ഉണ്ടാകും. അപ്പം അതുകൊണ്ട് ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, ആ റബ്ബിങ് കറക്റ്റായിരിക്കണം, അല്ലെങ്കിൽ ആ തിളപ്പിക്കുന്നത് കറക്റ്റായിരിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ അമോണിയയുടെ മണം കിട്ടിക്കൊള്ളണമെന്ന് ഇല്ല. ചില സോൾട്ടുകൾ പെട്ടെന്ന് മണം തരും. ഓക്കെ, എന്തായാലും ഈ ടെസ്റ്റ് പഠിച്ചു വെക്കണം. ഇതാണ്. ഇനി കൺഫർമേറ്ററി ടെസ്റ്റ് എങ്ങനെ നോക്കാം. എ ലിറ്റിൽ ഓഫ് ദ സോൾട്ട് ഈസ് ആഡഡ് ടു 2 milli Nessler's reagent. Nessler's reagent taken in a test tube.
ടെസ്റ്റ് ട്യൂബിൽ സോൾട്ട് എടുക്കുക, അതിലേക്ക് നെസ്ലർ റിയേജൻറ്റ് ഒഴിച്ചാലും മതി. നെസ്ലർ റിയേജൻറ്റും സോൾട്ടും കൂടെ കൂട്ടിക്കലർത്തണം, മിക്സ് ചെയ്യണം. എന്തായിരിക്കും കാണുന്ന ഒബ്സർവേഷൻ? എ ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ഈസ് ഒബ്റ്റെയിൻഡ്. ടെസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളിൽ ഒരു ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് കിട്ടും. കിട്ടിയാൽ നമ്മുടെ കാറ്റയോണിനെ നമ്മൾ ഉറപ്പിച്ചു, പ്രസൻസ് ഓഫ് അമോണിയം കൺഫേംഡ്. പിന്നെ റിസൾട്ട് എഴുതിയാൽ മതി, ദ ഗിവൻ കാറ്റയോൺ ഈസ് അമോണിയം അയോൺ. ഇപ്പോൾ സീറോ ഗ്രൂപ്പ് കിട്ടിയ കുട്ടികൾ ഈ അമോണിയത്തിൻ്റെ ഐഡൻറ്റിഫിക്കേഷനും കൺഫർമേഷനും ചെയ്യണം. അങ്ങനെയാണ് രീതി. ഫസ്റ്റ് ഗ്രൂപ്പ് കിട്ടിയ കുട്ടി എന്ത് ചെയ്യണം? ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ, ഫസ്റ്റ് ഗ്രൂപ്പിലെ കാറ്റയോൺ ഏതാണെന്ന് നമുക്കറിയാം, ലെഡ് അയോണാണ്. ലെഡ് അയോണിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യണം, കൺഫർമേഷൻ ചെയ്യണം. ഐഡൻറ്റിഫിക്കേഷൻ നോക്കാം. ടു എ ലിറ്റിൽ ഓഫ് ദി സോൾട്ട് സൊല്യൂഷൻ പൊട്ടാസ്യം അയോഡൈഡ് സൊല്യൂഷൻ ഈസ് ആഡഡ്. സോൾട്ട് സൊല്യൂഷനിലേക്ക് പൊട്ടാസ്യം അയോഡൈഡ് ചേർക്കുക. നല്ല മനോഹരമായൊരു ടെസ്റ്റാണ്. ടെസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് കിട്ടും? എ ഗോൾഡൻ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഈസ് ഒബ്റ്റെയിൻഡ്. നല്ല മഞ്ഞ നിറത്തിലുള്ള ഒരു പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ഈ പ്രസിപ്പിറ്റേറ്റിലെ അല്പം മറ്റൊരു ടെസ്റ്റ് ട്യൂബിലേക്ക് എടുക്കുകയാണ് നല്ലത്. കാരണം നമുക്ക് കിട്ടുന്ന പ്രസിപ്പിറ്റേറ്റ് ചിലപ്പോൾ കൂടുതലുണ്ടായിരിക്കും. അല്പം മറ്റൊരു ടെസ്റ്റ് ട്യൂബിലേക്ക് എടുക്കുക, അതാണ് നല്ല കാര്യം. വേണമെങ്കിൽ അല്പം വെള്ളവും ചേർക്കാം. അതിനുശേഷം ഈ പ്രസിപ്പിറ്റേറ്റ് ചൂടാക്കുക, ആ ടെസ്റ്റ് ട്യൂബ് ചൂടാക്കുക. ചൂടാക്കുമ്പോൾ ഈ ഗോൾഡൻ കളർ അപ്രത്യക്ഷമാവും, ഈ മഞ്ഞ പ്രസിപ്പിറ്റേറ്റ് അപ്രത്യക്ഷമാവും. എന്നിട്ട് നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബ് തണുപ്പിക്കണം. ഒരു ബീക്കറിലെ വെള്ളത്തിൽ വെച്ച് തണുപ്പിക്കാം, അല്ലെങ്കിൽ ടാപ്പ് വാട്ടറിൻ്റെ അടിയിൽ കാണിച്ചാലും മതി. അപ്പോൾ ഈ ഗോൾഡൻ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് തിരിച്ചു വരും. എങ്ങനെയാണ് തിരിച്ചു വരിക? സ്വർണത്തിൻ്റെ തരികൾ പോലെ, ഗോൾഡൻ സ്പാങ്കിൾ പോലെ. നല്ല മനോഹരമായൊരു ടെസ്റ്റാണ്. ടെസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളിൽ ഈ പ്രസിപ്പിറ്റേറ്റ് ഇങ്ങനെ മിന്നിത്തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണാം. ആൻഡ് ഡിസോൾവ്സ് ഓൺ ബോയിലിംഗ് ആൻഡ് റീഅപ്പിയേഴ്സ് ആസ് ഗോൾഡൻ സ്പാങ്കിൾസ് ഓൺ കൂളിംഗ്. ഗോൾഡൻ സ്പാങ്കിൾ ടെസ്റ്റ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അപ്പോൾ പൊട്ടാസ്യം അയോഡൈഡ് ചേർക്കുക, മഞ്ഞ പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ഈ പ്രസിപ്പിറ്റേറ്റിനെ ചൂടാക്കിയാൽ മഞ്ഞ കളർ പോകും, തണുപ്പിക്കുമ്പോൾ തിരിച്ചു വരും. ഈ തിരിച്ചു വരുന്നത് ഗോൾഡൻ സ്പാങ്കിൾ ആയിട്ടാണ്. ഇങ്ങനെ കിട്ടിയാൽ പ്രസൻസ് ഓഫ് ലെഡ് ഐഡൻറ്റിഫൈഡ് ആണ്. അപ്പോൾ ഈ ടെസ്റ്റ് എല്ലാം ഇതുപോലെ ബൈഹാർട്ട് പഠിക്കാം. എ ഗോൾഡൻ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഈസ് ഒബ്റ്റെയിൻഡ്. ദ പ്രസിപ്പിറ്റേറ്റ് ഡിസോൾവ്സ് ഓൺ ബോയിലിംഗ് ആൻഡ് റീഅപ്പിയേഴ്സ് ആസ് ഗോൾഡൻ സ്പാങ്കിൾസ് ഓൺ കൂളിംഗ്. വളരെ മനോഹരമായൊരു ടെസ്റ്റാണ്. ബാക്കി നിങ്ങൾക്ക് ലാബിൽ ചെയ്ത് പഠിക്കാം. ഈ ടെസ്റ്റ് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇനി കൺഫർമേറ്ററി എന്താണെന്ന് നോക്കാം. ടു എ ലിറ്റിൽ ഓഫ് ദി സോൾട്ട് സൊല്യൂഷൻ പൊട്ടാസ്യം ക്രോമേറ്റ് സൊല്യൂഷൻ ഈസ് ആഡഡ്. പൊട്ടാസ്യം ക്രോമേറ്റ് സൊല്യൂഷൻ ഈസ് ആഡഡ്. പൊട്ടാസ്യം ക്രോമേറ്റ് ചേർത്താൽ എന്ത് കിട്ടും? ആൻഡ് യെല്ലോ പ്രസിപ്പിറ്റേറ്റ്, ആ ഒരു മഞ്ഞ പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടുക. ഈ പ്രസിപ്പിറ്റേറ്റിലെ അല്പം മറ്റൊരു ടെസ്റ്റ് ട്യൂബിലേക്ക് എടുക്കുകയാണ് നല്ലത്. പലപ്പോഴും കുട്ടികൾ അങ്ങനെ ചെയ്യാറില്ല. അല്പം മറ്റൊരു ടെസ്റ്റ് ട്യൂബിലേക്ക് എടുക്കുക. എന്നിട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് കൂടുതലായിട്ട് ഒഴിക്കുക, എക്സസ് ആയിട്ട് ഒഴിക്കുക. അങ്ങനെ സോഡിയം ഹൈഡ്രോക്സൈഡ് കൂടുതൽ ഒഴിക്കുമ്പോൾ ഈ മഞ്ഞ പ്രസിപ്പിറ്റേറ്റ് അലിഞ്ഞു പോകും, ഡിസോൾവ് ചെയ്തു പോകും. ഇതാണ് ടെസ്റ്റ്. ഇപ്പോൾ ഒരു മഞ്ഞ പ്രസിപ്പിറ്റേറ്റ് കിട്ടും, അതിലേക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് എക്സസ് ആയി ഒഴിക്കുമ്പോൾ, കൂടുതൽ ഒഴിക്കുമ്പോൾ മഞ്ഞ പ്രസിപ്പിറ്റേറ്റ് അലിഞ്ഞു പോകും. അപ്പം നമുക്ക് കിട്ടിയ മഞ്ഞ പ്രസിപ്പിറ്റേറ്റ് ഒരുപാടുണ്ടാകും. നമ്മൾ അല്പം മറ്റൊരു ടെസ്റ്റ് ട്യൂബിലേക്ക് എടുത്തിട്ടാണ് ചെയ്യേണ്ടത്. കാരണം സോലിബിലിറ്റി എപ്പോഴും ചെക്ക് ചെയ്യേണ്ടത് മിനിമം എമൗണ്ട് കൊണ്ടാണ്. മിനിമം എമൗണ്ട് പ്രസിപ്പിറ്റേറ്റ് എടുത്തുകൊണ്ടാണ് സോലിബിലിറ്റി ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ വെള്ളത്തിൽ പഞ്ചസാര ലയിക്കുമോ ഇല്ലയോ എന്നുള്ളത് നോക്കണമെങ്കിൽ അല്ലേ, ഒരു ഗ്ലാസ് വെള്ളം എടുത്തു, ഒരുപാട് പഞ്ചസാര ഇട്ടാൽ സോലിബിലിറ്റി നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയില്ല. പഞ്ചസാര മുഴുവനും അതിൽ ലയിക്കില്ല. പഞ്ചസാര വെള്ളത്തിൽ അലിയാത്ത പദാർത്ഥമാണ് എന്ന് നമ്മൾ കണ്ടെത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ പഞ്ചസാര അല്പം മാത്രമേ വെള്ളത്തിലുണ്ടാവൂ. എന്നാൽ മാത്രമേ അത് സോല്യൂബിൾ ആണോ അല്ലയോ എന്ന് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന പ്രസിപ്പിറ്റേറ്റ് ഒരുപാടുണ്ടെങ്കിൽ മറ്റൊരു ടെസ്റ്റ് ട്യൂബിലേക്ക് എടുത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് ഒഴിക്കുന്നതാണ് ഉചിതം. കാരണം എപ്പോഴും സോലിബിലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ മിനിമം എമൗണ്ട് ഓഫ് പ്രസിപ്പിറ്റേറ്റ് കൊണ്ടാണ് ചെക്ക് ചെയ്യേണ്ടത്. അത് പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യണം. എപ്പോഴും നമുക്ക് കിട്ടുന്ന പ്രസിപ്പിറ്റേറ്റിലെ അല്പം മറ്റൊരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ട് വേണം ബാക്കിയുള്ള ടെസ്റ്റുകൾ ചെയ്യാൻ. അതായിരിക്കും നല്ലത്. ഓക്കെ, ഇങ്ങനെ കിട്ടിയാൽ പ്രസൻസ് ഓഫ് ലെഡ് കൺഫേംഡ്. ഇനി നമ്മുടെ ഗ്രൂപ്പ് 3 കാറ്റയോൺ. ഗ്രൂപ്പ് 3 കാറ്റയോൺ ആരാണ്? അലുമിനിയം അയോണാണ്. അലുമിനിയം അയോണിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം.
To a little of the salt solution, sodium hydroxide solution is added drop by drop in excess. അപ്പോൾ സാൾട്ട് സൊല്യൂഷൻ എടുത്തു, സോഡിയം ഹൈഡ്രോക്സൈഡ് തുള്ളി തുള്ളിയായിട്ട് ഒഴിക്കണം. അപ്പോൾ എന്താണ് പ്രത്യേകത കാണുന്നത്? ആദ്യം ഒരു വൈറ്റ് ജെലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. സോഡിയം ഹൈഡ്രോക്സൈഡ് കൂടുതൽ ഒഴിക്കുമ്പോൾ ആ പ്രസിപ്പിറ്റേറ്റ് അപ്രത്യക്ഷമാവും. അതാണ് പ്രത്യേകത. ഇപ്പോൾ ഈ വൈറ്റ് ജെലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ് സോലുബിൾ ഇൻ എക്സസ് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ഗിവിംഗ് എ കളർലെസ് സൊല്യൂഷൻ. അപ്പോൾ ആദ്യം കിട്ടുന്ന പ്രസിപ്പിറ്റേറ്റ് സോഡിയം ഹൈഡ്രോക്സൈഡ് കൂടുതൽ ഒഴിക്കുമ്പോൾ അലിഞ്ഞു പോകും. എന്നിട്ട് നമുക്ക് നിറമില്ലാത്തൊരു സൊല്യൂഷനാണ് കിട്ടുന്നത്. ഓക്കെ, ഇങ്ങനെ കിട്ടിയാൽ പ്രസൻസ് ഓഫ് അലുമിനിയം ഐഡൻറ്റിഫൈഡ്. ഇനി അടുത്തത് ആഷ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ്, അലുമിനിയത്തിൻ്റെ കൺഫർമേറ്ററി. ഇത് ലാബിൽ ചെയ്ത് കാണിക്കും. ഇത് ഇതുപോലെ പഠിക്കണം. എ ലിറ്റിൽ ഓഫ് ദ സോളിഡ് സോൾട്ട് ഈസ് ഡിസോൾവ്ഡ് ഇൻ എ സ്മോൾ വോള്യൂം ഓഫ് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആൻഡ് ബോയിൽഡ് വിത്ത് എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് കൊബാൾട്ട് നൈട്രേറ്റ് സൊല്യൂഷൻ. എ ഫോൾഡഡ് ഫിൽട്ടർ പേപ്പർ സോക്കഡ്, അല്ലേ, സോക്കഡ് എന്ന് പറഞ്ഞാൽ അതിൽ മുക്കുക, സോക്കഡ് ഇൻ ദ സൊല്യൂഷൻ ഈസ് ബേൺ ടു ആഷസ്. ടെസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞുതരാം. ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക, അല്പം സോൾട്ട് എടുക്കുക, ഇതിലേക്ക് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് കുറച്ചൊഴിച്ച് ഈ സോൾട്ടിനെ നമ്മൾ സോലുബിൾ ആക്കണം. അതായത് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡിൽ സോൾട്ട് അലിയണം. എന്നിട്ട് ഏതാനും തുള്ളി കൊബാൾട്ട് നൈട്രേറ്റ് ചേർക്കണം. ഇതെല്ലാം ലാബിലുണ്ടായിരിക്കും. കൊബാൾട്ട് നൈട്രേറ്റ് ചേർക്കണം. എന്നിട്ട് ഒന്ന് ചൂടാക്കാം. ചൂടാക്കിയില്ലെങ്കിലും ടെസ്റ്റ് കിട്ടും. ഒന്ന് ചൂടാക്കാം, ഒന്ന് ബോയിൽ ചെയ്യാം. അതിനുശേഷം ഒരു ഫിൽട്ടർ പേപ്പർ, സാധാരണ നോട്ട് ബുക്കിൻ്റെ പേജ് ആയാലും മതി, കുഴപ്പമൊന്നുമില്ല. നോട്ട് ബുക്കിൻ്റെ പേജ് അല്പം നീളത്തിൽ ചീന്തണം. എന്നിട്ട് ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളിലേക്ക് കടത്തി ആ സൊല്യൂഷനിൽ ഈ പേപ്പർ മുക്കണം. അങ്ങനെ സൊല്യൂഷൻ ആയ ഭാഗം, പേപ്പറിൻ്റെ സൊല്യൂഷനായ ഭാഗം നമ്മൾ കത്തിക്കണം. സാധാരണ പേപ്പർ കത്തിച്ചാൽ കറുത്ത നിറമാണ് കിട്ടുന്നത്. അലുമിനിയം അയോണുള്ള ഈ പേപ്പർ കത്തിച്ചാൽ നമുക്ക് കിട്ടുന്നത് നീല നിറത്തിലുള്ള ചാരമാണ്. സാധാരണ കറുത്ത നിറത്തിലുള്ള ചാരമാണ് പേപ്പർ കത്തിച്ചാൽ കിട്ടുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് നീല നിറത്തിലുള്ള ചാരമാണ്. ഇങ്ങനെ കിട്ടിയാൽ പ്രസൻസ് ഓഫ് അലുമിനിയം കൺഫേംഡ്. ഇത് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ടെസ്റ്റാണ്. നന്നായി കിട്ടും, ശ്രദ്ധിച്ച് ചെയ്യണം എന്ന് മാത്രം. ആഷ് ടെസ്റ്റ്. അപ്പോൾ ഗ്രൂപ്പ് 3 കാറ്റയോണിൻ്റെ ടെസ്റ്റ് നമ്മൾ കണ്ടു. ഇനി നമുക്കൊരു ട്രിക്ക് ഉണ്ട്. ഗ്രൂപ്പ് 4 കാറ്റയോണിനും ഇതേ ടെസ്റ്റുകളാണ്, ഒരു വ്യത്യാസവുമില്ല. സിങ്കിനെ കണ്ടുപിടിക്കാനും ഇതേ ടെസ്റ്റാണ്. ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റ് സെയിം ആണ്. അലുമിനിയം എന്ന് പറയുന്ന സ്ഥലത്ത് സിങ്ക് എന്ന് എഴുതിയാൽ മതി. ആഷ് ടെസ്റ്റും ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. പക്ഷെ ചാരത്തിൻ്റെ കളർ വ്യത്യാസമുണ്ട്. സിങ്കിൻ്റെ ആഷ് ടെസ്റ്റ് ചെയ്യുമ്പോൾ പച്ച നിറത്തിലുള്ള ചാരമാണ് കിട്ടുന്നത്, പച്ച നിറത്തിലുള്ള ചാരം. അപ്പോൾ സിങ്കിൻ്റെ ടെസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. അലുമിനിയത്തിൻ്റെ അതേ ടെസ്റ്റാണ്. ഓക്കെ, സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ചേർക്കുക. വൈറ്റ് ജെലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. അത് സോഡിയം ഹൈഡ്രോക്സൈഡ് കൂടുതൽ ഒഴിക്കുമ്പോൾ അലിഞ്ഞു പോകും. അങ്ങനെ കളർലെസ് സൊല്യൂഷൻ കിട്ടും. പിന്നെ ആഷ് ടെസ്റ്റ് ചെയ്യുന്ന രീതി നേരത്തെ പറഞ്ഞു. സോൾട്ട് എടുക്കുക, കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് എടുക്കുക, കൊബാൾട്ട് നൈട്രേറ്റ് എടുക്കുക, പേപ്പർ അതിൽ മുക്കുക, അല്ലേ, ഒന്ന് ബോയിൽ ചെയ്തതിന് ശേഷം പേപ്പർ അതിൽ മുക്കി കത്തിക്കുക. കത്തിച്ചിട്ട് ചാരത്തിൻ്റെ കളർ നോക്കുക. പച്ച നിറത്തിലുള്ള ചാരം കിട്ടിയാൽ പ്രസൻസ് ഓഫ് സിങ്ക് കൺഫേംഡ്. ഓക്കെ, അപ്പോൾ 3rd ഗ്രൂപ്പും 4th ഗ്രൂപ്പും പെട്ടെന്ന് പഠിക്കാൻ പറ്റും. 3rd ഗ്രൂപ്പ് പഠിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് 4th ഗ്രൂപ്പും പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി 5th ഗ്രൂപ്പ് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. 5th ഗ്രൂപ്പിൽ വരുന്നത് ബേരിയവും കാൽഷ്യവുമാണ്. പ്രിലിമിനറി ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലെയിം ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഫ്ലെയിം ടെസ്റ്റിൽ ബേരിയത്തിൻ്റെ സൂചനയാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നമുക്ക് ബേരിയം ആദ്യം ചെയ്യാം. കാൽഷ്യം ഇല്ല എന്ന് എഴുതിയാൽ മതി. കാൽഷ്യത്തിൻ്റെ സൂചനയാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ കാൽഷ്യം ആദ്യം ചെയ്യാം. ബേരിയം ഇല്ല എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. ബേരിയത്തിനെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ആദ്യം നോക്കൂ. ടു എ പോർഷൻ ഓഫ് ഗ്രൂപ്പ് 5 പ്രസിപ്പിറ്റേറ്റ്. ഗ്രൂപ്പ് 5-ൽ നമുക്ക് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയിട്ടുണ്ട്. ആ പ്രസിപ്പിറ്റേറ്റിലേക്ക് എന്ത് ചേർക്കണം? അസറ്റിക് ആസിഡ് ചേർക്കണം.
പൊട്ടാസ്യം ക്രോമേറ്റ് ചേർക്കണം. അസറ്റിക് ആസിഡ് ആൻഡ് പൊട്ടാസ്യം ക്രോമേറ്റ് സൊല്യൂഷൻസ് ആർ ആഡഡ്. അപ്പോൾ ഗ്രൂപ്പ് 5 പ്രസിപ്പിറ്റേറ്റിലേക്ക് അസറ്റിക് ആസിഡും പൊട്ടാസ്യം ക്രോമേറ്റും ചേർക്കുക. യെല്ലോ പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാൽ പ്രസൻസ് ഓഫ് ബേരിയം ഐഡൻറ്റിഫൈഡ്. ഇനി ഒരു കാര്യം കൂടെ, ഗ്രൂപ്പ് 5 പ്രസിപ്പിറ്റേറ്റ് ചിലപ്പോൾ നമുക്ക് വേർതിരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ലാബിൽ അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല. സെൻട്രിഫ്യൂഗേഷൻ നടത്തിയാണ് നമ്മൾ പ്രസിപ്പിറ്റേറ്റൊക്കെ BScക്കൊക്കെ വേർതിരിക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയാലും നിങ്ങൾ സോൾട്ട് എടുത്ത് എക്സ്പെരിമെൻ്റ് ചെയ്താൽ മതി. അതായത് ഗ്രൂപ്പ് 5 പ്രസിപ്പിറ്റേറ്റ് വേണ്ട, സോൾട്ട് എടുക്കുക, എന്നിട്ട് അസറ്റിക് ആസിഡും പൊട്ടാസ്യം ക്രോമേറ്റും ചേർത്താലും മതി. അപ്പോഴും നമുക്ക് ഈ ടെസ്റ്റ് കിട്ടും, യെല്ലോ പ്രസിപ്പിറ്റേറ്റ് കിട്ടും. അപ്പം ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി, എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുക, അതാണ് നല്ലത്. ഫ്ലെയിം ടെസ്റ്റ് നമുക്കറിയാം അല്ലേ? ഗ്രൂപ്പ് 5 പ്രസിപ്പിറ്റേറ്റ് എടുത്തും കൊണ്ട് ഫ്ലെയിം ടെസ്റ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഗ്രൂപ്പ് 5 പ്രസിപ്പിറ്റേറ്റ് എടുത്തും കൊണ്ട് ഫ്ലെയിം ടെസ്റ്റ് ചെയ്യണം. എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി. ഫ്ലെയിം ടെസ്റ്റ് ഇനി പ്രത്യേകിച്ച് ചെയ്ത് നോക്കണ്ട, കാരണം പ്രിലിമിനറിയിൽ നമ്മൾ ചെയ്തതാണ്. സോൾട്ട് എടുത്ത് ചെയ്താൽ മതി. സോൾട്ടും കോൺസെൻട്രേറ്റഡ് HCl പേസ്റ്റാക്കി ഈ പേസ്റ്റിലെ അല്പം നമ്മൾ തീജ്വാലയിൽ കാണിച്ചു. ലൈറ്റ് ഗ്രീൻ കളർ കിട്ടിയാൽ പ്രസൻസ് ഓഫ് ബേരിയം കൺഫേം. ഇപ്പം ഗ്രൂപ്പ് 5 പ്രസിപ്പിറ്റേറ്റ് എടുത്തുകൊണ്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്. അത് ബുദ്ധിമുട്ടായതുകൊണ്ട് സോൾട്ട് എടുത്ത് ചെയ്താലും മതി. എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുക എന്ന് മാത്രം. ഓക്കെ, ഇനി നമുക്ക് കാൽഷ്യത്തിൻ്റെ ടെസ്റ്റ് നോക്കാം. കാൽഷ്യത്തിനെ ഐഡൻറ്റിഫൈ ചെയ്തത്. ബേരിയം ഇല്ലെങ്കിൽ ബേരിയത്തിനെ ഐഡൻറ്റിഫൈ ചെയ്തില്ല എന്ന് എഴുതാം. ബേരിയത്തിൻ്റെ ഒരു ടെസ്റ്റ് എഴുതുക, നോ യെല്ലോ പ്രസിപ്പിറ്റേറ്റ്, ആബ്സെൻസ് ഓഫ് ബേരിയം എന്ന് എഴുതിയാൽ മതി. ബേരിയം ഇല്ലെങ്കിൽ ടെസ്റ്റ് ഫോർ കാൽഷ്യം. എന്തൊക്കെ ചേർക്കണം? 2 little of the salt solution, ammonium chloride, ammonium hydroxide and ammonium oxalate solutions are added. സോൾട്ട് സൊല്യൂഷൻ ഉണ്ടാക്കണം, അമോണിയം ക്ലോറൈഡ് ചേർക്കണം, അമോണിയം ഹൈഡ്രോക്സൈഡ് ചേർക്കണം, പിന്നെന്താ ചേർക്കേണ്ടത്? അമോണിയം ഓക്സലേറ്റ് സൊല്യൂഷൻ. കിട്ടുന്നത് വൈറ്റ് ക്രിസ്റ്റലൈൻ പ്രസിപ്പിറ്റേറ്റ് ആണ്. ടെസ്റ്റ് ട്യൂബിൻ്റെ അടിഭാഗത്തേക്ക് പ്രസിപ്പിറ്റേറ്റ് ഇങ്ങനെ ഊറിക്കൂടും. ഈ പ്രസിപ്പിറ്റേറ്റിലെ അല്പം മറ്റൊരു ടെസ്റ്റ് ട്യൂബിലേക്ക് എടുക്കുക, എന്നിട്ട് അസറ്റിക് ആസിഡ് ഒഴിക്കുക. ഈ പ്രസിപ്പിറ്റേറ്റ് അലിഞ്ഞു പോകില്ല, അതായത് ഇൻസോല്യൂബിൾ ആയിരിക്കും. അപ്പോൾ കിട്ടിയ പ്രസിപ്പിറ്റേറ്റിലേക്ക് അസറ്റിക് ആസിഡ് ഒഴിക്കണം. അസറ്റിക് ആസിഡ് ഒഴിക്കുമ്പോൾ പ്രസിപ്പിറ്റേറ്റിന് മാറ്റം വരാൻ പാടില്ല, അതായത് അലിഞ്ഞു പോകരുത്. ഇങ്ങനെ കിട്ടിയാൽ പ്രസൻസ് ഓഫ് കാൽഷ്യം ഐഡൻറ്റിഫൈഡ്. പിന്നെ ഫ്ലെയിം ടെസ്റ്റ് നമുക്കറിയാം, ബ്രിക്ക് റെഡ് കളർ കിട്ടിയാൽ പ്രസൻസ് ഓഫ് കാൽഷ്യം കൺഫേംഡ്. ഇവിടെ ഗ്രൂപ്പ് 5 പ്രസിപ്പിറ്റേറ്റ്, ടു എ ലിറ്റിൽ ഓഫ് ദി ഗ്രൂപ്പ് 5 പ്രസിപ്പിറ്റേറ്റ് അങ്ങനെ എഴുതിയാൽ മതി. ഗ്രൂപ്പ് 5 precipitate. Concentrated HCl is added and is made into a paste. A little of the paste is shown to a non-luminous flame by using a glass rod. ഇഷ്ടിക ചുവപ്പ് കിട്ടും. ബ്രിക്ക് റെഡ് കളർ ഈസ് ഇമ്പാർട്ടഡ് ടു ദ ഫ്ലെയിം. പ്രസൻസ് ഓഫ് കാൽഷ്യം കൺഫേംഡ്. ഇത്രയും ബൈ ഹർട്ട് ആയിരിക്കണം. അങ്ങനെ 5th ഗ്രൂപ്പിലെ ബേരിയോ അല്ലെങ്കിൽ കാൽഷ്യമോ ഏതെങ്കിലും ഒരു കാറ്റയോൺ ആണ് നിങ്ങൾക്ക് കിട്ടുക. ബേരിയം കിട്ടിയാൽ കാൽഷ്യം ഇല്ല എന്ന് എഴുതണം, കാൽഷ്യം കിട്ടിയാൽ ബേരിയം ഇല്ല എന്ന് എഴുതണം. അതാണ് അതിൻ്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതി. ഇനി ഇതൊന്നുമില്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ലാസ്റ്റ് മഗ്നീഷ്യം അയോണിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ. ഗ്രൂപ്പ് 6 എന്തൊക്കെ ചേർക്കണം? ടു എ ലിറ്റിൽ ഓഫ് ദി സോൾട്ട്, എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ്, അതായത് NaOH, ആൻഡ് മാഗ്നസോൺ റിയേജൻറ്റ് ആർ ആഡഡ്. മാഗ്നസോൺ റിയേജൻറ്റ് നിങ്ങളുടെ ലാബിൽ ഉണ്ടായിരിക്കും. അപ്പോൾ സോൾട്ടിലേക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് ചേർക്കണം, മാഗ്നസോൺ റിയേജൻറ്റ് ചേർക്കണം. ബ്ലൂ പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ബ്ലൂ പ്രസിപ്പിറ്റേറ്റ് ആദ്യം സോഡിയം ഹൈഡ്രോക്സൈഡ് ചേർക്കണം. ടെസ്റ്റ് ട്യൂബ് ഇളക്കരുത്, ടെസ്റ്റ് ട്യൂബ് ഇളക്കാൻ പാടില്ല. ടെസ്റ്റ് ട്യൂബ് ഷെയ്ക്ക് ചെയ്യരുത്. സാധാരണ നമ്മൾ റിയേജൻറ്റ് ചേർത്താൽ ഷെയ്ക്ക് ചെയ്യും, ഇവിടെ ഷെയ്ക്ക് ചെയ്യരുത്. സോഡിയം ഹൈഡ്രോക്സൈഡ് ചേർക്കുക, മാഗ്നസോൺ റിയേജൻറ്റ് ഇളക്കാതെ ഒഴിക്കണം. ബ്ലൂ പ്രസിപ്പിറ്റേറ്റ് നന്നായിട്ട് കിട്ടും. ബ്ലൂ പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാൽ പ്രസൻസ് ഓഫ് മഗ്നീഷ്യം ഐഡൻറ്റിഫൈഡ് ആണ്. മഗ്നീഷ്യം അവസാനത്തെ ഗ്രൂപ്പിലാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം മാഗ്നസോൺ റിയേജൻറ്റ് ഉണ്ടെങ്കിൽ. പക്ഷേ ടെസ്റ്റ് ട്യൂബ് ഇളക്കാൻ പാടില്ല. ഇളക്കിയാൽ ചിലപ്പോൾ ബ്ലൂ എന്നുള്ളത് വയലറ്റ് ഒക്കെ ആയിട്ട് മാറും. അത് നിങ്ങൾ നോട്ട് ചെയ്യണം, ടെസ്റ്റ് ട്യൂബ് ഇളക്കരുത്. ഓക്കെ, ആഷ് ടെസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാം. മഗ്നീഷ്യത്തിനും ആഷ് ടെസ്റ്റ് ഉണ്ട്. ഈ ആഷ് അത്ര നന്നായിട്ട് കിട്ടാറില്ല.
സാധാരണ പേപ്പർ കത്തിച്ചാൽ കറുപ്പ് കളറായിരിക്കും കിട്ടുക. ഇവിടെ ലൈറ്റ് റോസ് കളർ, പിങ്ക് കളർ അത്ര കറക്റ്റായി കിട്ടില്ല, വളരെ നേരിയ ഒരു പിങ്ക് കളർ മാത്രമേ കിട്ടൂ. അതുകൊണ്ട് നിങ്ങൾ ഈ ടെസ്റ്റ് അത്ര റിലയബിൾ അല്ല എങ്കിലും നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. എന്തായാലും പേപ്പർ കത്തിച്ചാൽ ബ്ലാക്ക് കളറല്ല കിട്ടുക എന്ന് മനസ്സിലാക്കുക. അപ്പോൾ പ്രസൻസ് ഓഫ് മഗ്നീഷ്യം കൺഫേംഡ്. പാഷ് ടെസ്റ്റ് വരുന്നത് അലുമിനിയത്തിന് വരുന്നുണ്ട്, സിങ്കിന് വരുന്നുണ്ട്, മഗ്നീഷ്യത്തിന് വരുന്നുണ്ട്. എല്ലാം ഒരേപോലെയാണ് ടെസ്റ്റുകൾ, അതുകൊണ്ട് ചെയ്യാൻ പ്രയാസമൊന്നുമില്ല. ഫ്ലെയിം ടെസ്റ്റ് വരുന്നത് ബേരിയത്തിനും കാൽഷ്യത്തിനും. അതുകൊണ്ട് പല ടെസ്റ്റുകളും റിപ്പീറ്റഡ് ആയി വരുന്നത് കൊണ്ട് പഠിക്കാൻ പ്രയാസമില്ല. അപ്പോൾ കാറ്റയോണിൻ്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കണം. ഏത് ഗ്രൂപ്പാണോ കിട്ടിയത് ആ ഗ്രൂപ്പിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ, ആ ഗ്രൂപ്പിലെ കാറ്റയോണിൻ്റെ ഐഡൻറ്റിഫിക്കേഷനും കൺഫർമേഷനും ചെയ്യണം. എന്നിട്ട് നമുക്ക് റിസൾട്ട് എഴുതി കൊടുക്കാം. അപ്പോൾ നമ്മൾ പ്രിലിമിനറി എക്സാമിനേഷൻ കണ്ടു, ആനയോണിൻ്റെ അനാലിസിസ് കണ്ടു, കാറ്റയോണിൻ്റെ അനാലിസിസ് കണ്ടു. ഇതാണ് ഇതിൻ്റെ സ്കീം. ഇത് മുഴുവനും ബൈഹാർട്ട് പഠിച്ചിരിക്കണം. സോൾട്ട് കിട്ടുമ്പോൾ ചെയ്ത് നോക്കി നമുക്ക് കിട്ടുന്നത് എഴുതി കൊടുക്കണം. എഴുതാൻ കുറച്ചേ ഉണ്ടായിരിക്കും, പക്ഷെ സ്കീം അത്യാവശ്യം മുഴുവൻ പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ എങ്ങനെയാണ് സോൾട്ട് കിട്ടുക, എഴുതി കൊടുക്കേണ്ടത്, അതായത് ഒരു മോഡൽ അനാലിസിസ് നമുക്ക് കാണാം. ഓക്കെ, ഇത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ബൈ.